ഈ സർക്കാർ ഉണ്ടാക്കാൻ എൻ ഡി എ കക്ഷികളെല്ലാം ചേർന്ന് കൃത്യമായ ഒരു സംഖ്യയുണ്ട്. അതായത് 272 മുകളിലുള്ള സംഖ്യയുണ്ട്. പക്ഷേ ഇതിലെ പ്രശ്നം നിതീഷ് കുമാറും TDPയും ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യ സഖ്യവുമായി സഹകരിക്കുമോ എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതകൾ ഇന്ത്യ സഖ്യം തേടുന്നുമുണ്ട്. 6 മണിക്കത്തെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചില ചർച്ചകൾ ഉണ്ടാവുകയും ഇന്ന് അതിന് 6 മണിക്ക് മുൻപ് തന്നെ നടക്കുന്ന NDA യോഗത്തിൽ TDPക്കും ഒപ്പം തന്നെ JDUവിനും എന്ത് നൽകും എന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ 2 യോഗങ്ങളും പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ യോഗമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ആദ്യം നമുക്ക് NDA യോഗത്തിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ അതിലെ ചർച്ചകൾ സംബന്ധിച്ച സാധ്യതകളെല്ലാം ഒന്ന് പരിശോധിക്കാം. ബാലഗോപാൽ എനിക്കൊപ്പമുണ്ട്. NDA യോഗത്തിൽ എന്ത് സംഭവിക്കും, ആര് പങ്കെടുക്കും, ആര് പങ്കെടുക്കാതിരിക്കും? ആരും പങ്കെടുക്കില്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി കഴിയില്ല. കാരണം 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്ന നേതാക്കൾ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവാണ്. രണ്ടുപേരും പ്രധാനമന്ത്രിയുടെ 7 ലോക് കല്യാൺ മാർഗിലുള്ള വസതിയിൽ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ ഈ യോഗം ആരംഭിക്കുന്നതായിരിക്കും. ആ യോഗത്തിൽ നേരത്തെ BJP നേതാക്കളൊക്കെ അറിയിച്ചിട്ടുള്ളതനുസരിച്ചാണെങ്കിൽ ഇന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിക്കുള്ള പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കുന്നതായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഈ അതായത് NDAക്ക് കേവല ഭൂരിപക്ഷം, NDA മുന്നണിക്ക് കേവല ഭൂരിപക്ഷം നൽകിയ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തും. തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കും. ഇന്നത്തെ യോഗത്തിൽ വെച്ച് തന്നെ നേതാക്കളെല്ലാം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു കത്ത് ഒപ്പുവയ്ക്കും. തുടർന്ന് ആ കത്ത് രാഷ്ട്രപതിക്ക് കൈമാറും. അത് ഇന്ന് തന്നെ കൈമാറുമെന്നാണ് BJP നേതാക്കളും മറ്റും വ്യക്തമാക്കിയിരിക്കുന്നത്. ആ കത്തിൽ JDUവും TDPയും ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റ് ചർച്ചകൾക്ക് ഒരു പ്രസക്തിയില്ല അല്ലേ? മറ്റ് നിലവിൽ പ്രസക്തി ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഏറ്റവും വലിയ ഒറ്റ മുന്നണി, അതായത് 290ഓളം പേരുടെ ഈ ഒപ്പാണ് അതിൽ വരുന്നത്. അതിൽ തന്നെ നിലവിൽ ഇന്ന് രാവിലെ മുതൽ BJP ഈ ചെറിയ ചില സ്വതന്ത്രർ, അതായത് 18ഓളം സ്വതന്ത്രന്മാരുണ്ട്, അവരുടെ വോട്ടും അവരുടെ ഒപ്പും ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ രാഷ്ട്രപതിക്ക് മുന്നിൽ കൃത്യമായ ഒരു മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒരു കത്തായിരിക്കും അവർ കൈമാറുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ അടുത്ത ഈ സർക്കാർ രൂപീകരണത്തിന് രാഷ്ട്രപതി ക്ഷണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അനൂപേ. കാരണം 9-ാം തീയതി വൈകിട്ട് 5 മണിക്ക് 6 മണിയോക്ക് സത്യപ്രതിജ്ഞ നടത്തുവാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അത് ജ്യോതിഷപരമായ കാരണങ്ങളാലൊക്കെയാണ് അങ്ങനെ ഒരു ശുഭമുഹൂർത്തം സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നത്. പക്ഷേ മാറി വരുന്ന കാലാവസ്ഥ അനുസരിച്ച് ഡൽഹിയിൽ ഇപ്പോൾ അതെ കടുത്ത ചൂടാണ്. നമ്മൾ നിൽക്കുന്ന ഈ ഡൽഹിയിൽ കടുത്ത ചൂടാണ്. അതിലേറെ വലിയ ചൂടാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുള്ളത്. ആ ചൂടിന്റെയൊക്കെ കാരണത്താൽ തന്നെ ഒരു ദിവസം നേരത്തെ ആക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നീട്ടിക്കൊണ്ടു പോകണ്ട എന്നതാണ്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നീക്കുകയാണ് NDA ഇപ്പോൾ ചെയ്യുന്നത്. നേരത്തെ വിജയിച്ചപ്പോൾ നമ്മൾ ഉത്തർപ്രദേശിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കണ്ടത് ആഴ്ചകൾ നീണ്ടുപോയി മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനും ഒപ്പം അവിടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാനുമൊക്കെ. പക്ഷേ ഇവിടെ വേഗത്തിൽ കാര്യങ്ങൾ നടത്തണമെന്ന് NDAക്കുണ്ട്, BJPക്കുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. 6 മണിക്ക് ഇന്ത്യ സഖ്യം യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലേക്ക് ഉദ്ധവ് താക്കറെ എത്തും. മമതാ ബാനർജി എത്തില്ല. അഭിഷേക് ബാനർജിയെ അയക്കുന്നുണ്ട്. ഡെറിക് ഒബ്രിയാൻ ഉണ്ടാകും. ഒപ്പം തന്നെ MK സ്റ്റാലിൻ എത്തിയിട്ടുണ്ട്, തേജസ്വി യാദവ് എത്തിയിട്ടുണ്ട്, രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ട്, KC വേണുഗോപാലുണ്ട്, ഇവിടെ D രാജയുണ്ട്, ഒപ്പം സീതാറാം യെച്ചൂരി ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട്. ശരത് പവാർ എത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി പൊരുതിയ പോലെ തന്നെ ഒറ്റക്കെട്ടായി അവർ ഇന്ന് യോഗവും ചേരും. ഇന്നത്തെ യോഗത്തിൽ അതായത് NDA യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്താൽ പോലും മറ്റൊന്ന് സാധ്യത എന്ന് നോക്കാനുള്ള ചർച്ചകൾ ഇന്നത്തെ ഇന്ത്യ സഖ്യ യോഗത്തിലുണ്ടാകും. JDUവിന് ഏതെങ്കിലും നിലയിൽ കൊണ്ടുവരാൻ പറ്റുമോ, TDPയുമായി ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ, മറ്റ് കക്ഷികൾ, ഒപ്പം തന്നെ മഹാരാഷ്ട്രയിൽ ഈ ഷിൻഡെ വിഭാഗത്തെ ഒപ്പം നിർത്താൻ കഴിയുമോ? അജിത് പവാർ പക്ഷം ഇന്ന് NDA യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു വിവരമുണ്ട്. അതെ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന് ശേഷം മല്ലികാർജ്ജുന ഖാർഗെ ഒരു ഡിന്നർ നടത്തുന്നുണ്ട്. ആ ഡിന്നർ കർണാടകക്കാരനായ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഡിന്നറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളൊക്കെ ബീഹാരി വിഭവങ്ങളും ആന്ധ്ര വിഭവങ്ങളുമാണെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഒരു വലിയ രാഷ്ട്രീയമുണ്ട് എന്ന് ഇതിനോടകം തന്നെ ഈ ഡൽഹിയിൽ വലിയ ചർച്ചയൊക്കെ ആയിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഡിന്നറിൽ ആരൊക്കെ പങ്കെടുക്കും? ആ ഡിന്നറിന് ശേഷം രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമോ? നേരത്തെ അങ്ങനെ ഒരു ഡിന്നർ ഒക്കെ നടത്തി ജയലളിത ഇറങ്ങിപ്പോയതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ. 2000 വിരുന്നുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തലസ്ഥാനമാണ് നമ്മുടെ ഡൽഹി. അതെ, അത്താഴ വിരുന്നുകൾക്ക് ശേഷം സർക്കാരുകൾ വീഴുന്നതും സർക്കാരുകൾ ഉണ്ടാകുന്നതും കണ്ട ഡൽഹിയിൽ ഇന്ന് വീണ്ടും ഒരു അത്താഴ വിരുന്ന് നടക്കുന്നു. അതിനുശേഷം എന്തെങ്കിലും രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. അനൂപ്, ഈ ബീഹാറി ആന്ധ്ര ഐറ്റംസ് ഒക്കെ വെച്ച് ഡിന്നർ നടത്തിയിട്ട് സ്വാഭാവികമായിട്ടും ഡിന്നർ നടത്തുമ്പോൾ അതിൽ ആരൊക്കെ പങ്കെടുക്കും, അങ്ങനെ ഡിന്നർ നടത്തുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, അതിനപ്പുറത്തേക്ക്
അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ ചില സാധ്യതകൾ മുന്നിലുണ്ട്. ആ സാധ്യതകളിലൂടെ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോവുകയാണെങ്കിൽ ആരൊക്കെ ഒറ്റക്കെട്ടായി ഒപ്പം നിൽക്കും? അതിനിടയിലും വീണ്ടും മുൻപ് ഉണ്ടായതുപോലെ തന്നെയുള്ള അധികാരത്തിലേക്ക് വരുമ്പോൾ ഇതുവരെ ഉണ്ടായതുപോലെ ആയിരിക്കില്ലല്ലോ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുവരെയും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആ തരത്തിലൊരു ചിന്തയോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ പേരോ ഉയർന്നു വന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ഇന്ത്യ മുന്നണിക്ക് മുൻപിൽ ഉണ്ടാകുന്ന സങ്കീർണമായിട്ടുള്ള ഇനിയുള്ള വിഷയങ്ങൾ അപ്പോൾ എന്തായിരിക്കും? ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ അവർ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിലേക്ക് വരികയും ഒരു സർക്കാർ രൂപീകരണത്തിനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയൊക്കെ ചെയ്താൽ ഒരുപക്ഷെ നിതീഷിനെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷ് തന്നെ പരിഗണിക്കപ്പെട്ടാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് അവസ്ഥ. പക്ഷേ 100 സീറ്റുകൾ 99 സീറ്റുകൾ കോൺഗ്രസിനുണ്ട്, 2 സ്വതന്ത്രരുണ്ട്. അവർ കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ 100 സീറ്റ് പിന്നിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു മുന്നണി ഭരണത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തിന് ആവശ്യം ഉന്നയിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്, അത്രയും സീറ്റുമുണ്ട്. പക്ഷേ കോൺഗ്രസ് ഒരു കടുംപിടുത്തത്തിന് നിൽക്കില്ല. BJP ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഏത് സമരസപ്പെടലുകൾക്കും, അതായത് മറ്റു പാർട്ടികളുമായിട്ട് സമരസപ്പെടാൻ തയ്യാറാവും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളൊക്കെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം, ആദ്യം BJP സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ, നരേന്ദ്രമോദി സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ഈ മറ്റു പാർട്ടികളെയൊക്കെ പുലർത്തിക്കൊണ്ട് അവർ ഈ കേവല ഭൂരിപക്ഷത്തിനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. അത് ഇന്നോ നാളെയോ എന്നുള്ളതല്ല, ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ അതിനുള്ള ഒരു ശ്രമം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഈ ആദ്യം ഇവർ സർക്കാർ രൂപീകരിക്കുന്നത് തടയുക എന്നൊരു ലക്ഷ്യം ഈ ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കൾക്കും ഉണ്ട്. നേരത്തെ അനൂപ് പറഞ്ഞിരുന്നു ഈ ഉദ്ധവ് താക്കറെ പങ്കെടുക്കുന്നില്ല. ഇന്ന് രാവിലെ ഉദ്ധവ് താക്കറെ ഡൽഹിയിലേക്ക് വരേണ്ട എന്നായിരുന്നു അദ്ദേഹം ആദ്യം തീരുമാനിച്ചിരുന്നത്. കാരണം ഡൽഹിയിലെ കടുത്ത ചൂടൊക്കെ കാരണം അദ്ദേഹം വരുന്നില്ല എന്ന് തീരുമാനിക്കുമെങ്കിൽ കൂടിയും ഈ മാറിയ സാഹചര്യത്തിൽ ഉദ്ധവ് താക്കറെ തന്നെ വന്ന് ഡൽഹിയിലെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന് 7 MPമാരാണുള്ളത്. ഒരു ബദൽ നീക്കത്തിലേക്ക് ഇന്ത്യ സഖ്യം കടക്കുകയാണെങ്കിൽ, ഒരു നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആ 7 MPമാരെയും ഈ ശിവസേനയിലേക്ക് കൊണ്ടുവരാൻ, അതായത് ഉദ്ധവ് താക്കറെ വിഭാഗത്തിലേക്കോ ഇന്ത്യ സഖ്യത്തിലേക്കോ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ, ചടുലമായ നീക്കങ്ങൾ ഈ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും നടക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ തിരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലേത് മാത്രം NCPയെ പിളർത്തി അജിത് പവാർ കൊണ്ടുപോയി, ഇപ്പുറത്ത് ഉദ്ധവ് താക്കറെ ശിവസേനയെ പിളർത്തി ഷിൻഡെ കൊണ്ടുപോയി. പക്ഷേ പോയതൊക്കെ നേതാക്കൾ മാത്രമേ ഉള്ളൂ, അണികൾ പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഫലമായിരുന്നു പുറത്തു വന്നത്. ഈ ഉദ്ധവ് താക്കറെ പക്ഷ ശിവസേനയും അപ്പുറത്ത് NCP ശരത് പവാർ പക്ഷവും അതിശക്തമായ തിരിച്ചുവരവും മുന്നേറ്റവും നടത്തുന്ന മഹാരാഷ്ട്രയിൽ കണ്ടു. നേരത്തെ ഈ ഷിൻഡെ പക്ഷവും അജിത് പവാർ പക്ഷവും അങ്ങോട്ടേക്ക് BJP പക്ഷത്തേക്ക് പോകാനുള്ള കാരണം അധികാരം അവിടെയാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അധികാരം ഇപ്പുറത്ത് ഇന്ത്യ സഖ്യത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പുറത്തുള്ള നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്തുന്നവർക്ക് യാതൊരു തർക്കവുമില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയൊരു മാറ്റമല്ലേ? കാരണം വോട്ടെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം ഡൽഹിയിൽ ഈ നിതീഷ് കുമാറിനെ വിളിച്ചു വരുത്തി JP നദ്ദയുടെ വീട്ടിൽ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് മറ്റേ രാജിവെക്കുക, ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക, റെയിൽവേ മന്ത്രിയായിട്ട് അദ്ദേഹം ഒതുങ്ങണമെന്ന് ആവശ്യപ്പെട്ട BJPക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ഒപ്പ്, ഒരു അപ്പോയിന്റ്മെന്റ്, ഇതിനൊക്കെ വേണ്ടി എത്ര കാത്തു നിൽക്കേണ്ടി വരുന്നതാണ് നമ്മൾ കാണാൻ വേണ്ടി കഴിയുന്നത്. എന്ന് മാത്രമല്ല, മോദിയുടെ സർക്കാർ എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം പോലും നൽകാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യൻ ഇലക്ടറേറ്റ് നിതീഷ് കുമാറിനെ മാറ്റുന്നതല്ലേ നമ്മൾ കണ്ടത്. ആ 24 മണിക്കൂറിനിടയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായ ചടുലമായ നീക്കങ്ങൾ, ചടുലമായ മാറ്റങ്ങൾ, നേതാക്കൾക്ക് വന്ന ഉയർച്ച, നേതാക്കൾക്ക് വന്ന താഴ്ച, ഇതെല്ലാം നമ്മൾ കാണുന്നതല്ലേ. അതെ, കഴിഞ്ഞ 10 വർഷവും BJP തീരുമാനിച്ച അജണ്ടകളായിരുന്നു കേന്ദ്രം ഭരിച്ച സർക്കാർ നടപ്പിലാക്കിയത്. എന്നാൽ ഇനി അങ്ങനെയല്ല, ഒരു പൊതു മിനിമം പരിപാടി വേണം എന്ന ആവശ്യം നിതീഷ് കുമാർ തന്നെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇന്ത്യ സഖ്യം ഒരു സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ കൂടെയുള്ള ചെറു പാർട്ടികൾക്കൊക്കെ കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ, അധികാര കേന്ദ്രങ്ങളിൽ എത്താനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങൾ കൂടി ചെറു പാർട്ടികൾ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ NDA യോഗം, അത് കഴിഞ്ഞുള്ള ഇന്ത്യ സഖ്യ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത 5 വർഷത്തേക്കുള്ള നമ്മുടെ തിരഞ്ഞെടുപ്പിൽ. അനൂപെ, അതിനോടൊപ്പം എനിക്കൊരു വാക്ക് പറയേണ്ടത്, ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഈ മറ്റ് ഘടകകക്ഷികൾക്കൊക്കെ മുന്നിൽ വയ്ക്കുന്ന വലിയൊരു വാഗ്ദാനം, EDA ഭരിക്കാതെ നിങ്ങൾക്ക് ഉറങ്ങാൻ ഉള്ള ഒരു അവസരം ഞങ്ങൾ തരുമെന്നുള്ളതാണ്. അതായത് EDA ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഭരണം ഉണ്ടായിരിക്കില്ല എന്നാണ് ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾക്ക്, NDAയിലെ ഘടകകക്ഷികൾക്കെല്ലാം കോൺഗ്രസ് നൽകുന്ന വാഗ്ദാനം. EDA പേടിച്ച് കഴിയേണ്ട അവസ്ഥ BSPക്ക്, കോൺഗ്രസിന്, YSR കോൺഗ്രസിന്, ഒഡീഷയിലെ പാർട്ടിക്ക് തുടങ്ങി സകലമാന പാർട്ടികൾക്ക് ഉണ്ടായിരുന്നു. അതൊന്നും ഉണ്ടാകില്ല എന്ന വാഗ്ദാനം ലഭിക്കുമ്പോൾ അവർ സ്വീകരിക്കുമോ, അതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കാണാം.
അനൂപ്, മറ്റൊരു കാര്യം, ഈ നിതീഷും നായിഡുവുമായി ചർച്ച നടത്തി ആരായാലും സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ഈ പറയും പോലെ ഈ പുതുതായി നമുക്ക് രൂപപ്പെടുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഗ്യാരണ്ടി എത്രത്തോളം ആയിരിക്കും? അതായത് ഈ പറയും പോലെ അധികാര മനോഭാവവുമായിട്ട് അല്ലെങ്കിൽ അതിനോടുള്ള ആർത്തിയുമായിട്ടൊക്കെ ഈ വിലപേശിക്കൊണ്ട് മുന്നണിക്കൊപ്പം ചേർന്ന് സർക്കാർ രൂപീകരിക്കുന്നു, പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഇവരുടെയൊക്കെ ചരിത്രവും ഇവരൊക്കെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടത് കൂടിയുണ്ട്. അക്ഷയ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നേരത്തെ പലവട്ടം ഐക്യ അല്ലെങ്കിൽ മുന്നണി സർക്കാരുകൾ വന്നിട്ടുണ്ട്. പലപ്പോഴും പല സർക്കാരുകളും ഈ മുന്നണി സർക്കാരുകൾ 5 വർഷം തികത്തുന്നതിന് മുന്നേ വീണു പോകുന്ന കാഴ്ചയുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ കാഴ്ച അതല്ല. ഒന്നാം UPA സർക്കാർ ആ 2004 ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യമൊക്കെ വെച്ച് BJP തെരഞ്ഞെടുപ്പ് നേരിട്ടു, പക്ഷേ പരാജയപ്പെട്ടു. കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം നടത്തി, ഇടതു പാർട്ടികൾക്ക് സീറ്റ് ലഭിച്ചു, മറ്റ് പ്രാദേശിക പാർട്ടികളൊക്കെ വലിയ സീറ്റുമായി വന്ന സമയത്ത് അന്ന് ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടപെടലായിരുന്നു ഒരു ഒന്നാം UPA രൂപീകരണത്തിലേക്ക് പോയത്. ഒരു പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായി മികച്ച സർക്കാർ ഉണ്ടായി വരികയും 5 വർഷം തികക്കുകയും ചെയ്തു. പക്ഷേ 5 വർഷം തികക്കുന്നതിന് തൊട്ട് മുൻപാണ് ഈ ആണവ കരാർ വന്നത്. ആണവ കരാറിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചുവെങ്കിലും ആ സർക്കാർ നിലനിൽക്കുന്ന കാഴ്ച കണ്ടു. അത് കഴിഞ്ഞിട്ടുള്ള 5 വർഷം 2 UPA സർക്കാരും അതിശക്തമായ ഭരണകൂടം സാധ്യമാക്കുന്നത് കണ്ടു. ആ സമയത്തുണ്ടായിരുന്ന ആളാണ് ബാലു. ഈ അക്ഷയ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൂട്ടുകക്ഷി സർക്കാർ വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പോൾ അതിനുള്ള സാധ്യത അല്ലെങ്കിൽ എന്താണ് ആ സ്ഥിതി എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട്, അതായത് ഇന്ത്യയിൽ ഒരു ഏകകക്ഷി ഭരണമായിരുന്നു. കഴിഞ്ഞ 2019 ശേഷം ഈ NDA മുന്നണി എന്നൊക്കെ പറയാമെങ്കിൽ പോലും NDAയിലെ മറ്റ് ഘടകകക്ഷികൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു മൂല്യമൊന്നും ഇല്ലായിരുന്നു. അവരുടെ മുഖ്യമന്ത്രിമാരെ പോലും തീരുമാനിക്കുന്നത്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ, ഈ JDU നിതീഷ് കുമാറിന് തന്നെ ഒരു മന്ത്രിയെ ഉൾപ്പെടുത്തു എന്ന് പറയാൻ വേണ്ടി എത്ര കാത്തിരിക്കേണ്ടി വന്നു. അവസാനം ഒരു മന്ത്രിയെ ഉൾപ്പെടുത്തി അയാളെ പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് പിൻവലിക്കാതിരിക്കുന്നു. വലിയ കുഴപ്പങ്ങൾ ഉണ്ടായല്ലോ. അതെ, അവരുടെ ഡൽഹിയിലെ പല നേതാക്കളെയും ഹൈജാക്ക് ചെയ്ത് റാഞ്ചിൽ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ നേരത്തെ അനൂപ് ചോദിച്ചതുപോലെ ഈ മുന്നണി സർക്കാരുകൾക്ക് അതിൻ്റെതായ ചില കോട്ടങ്ങളുമുണ്ട്, ഗുണങ്ങളുമുണ്ട്. ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സാധാരണക്കാരനായ എന്നെയും അനൂപിനെയും പോലുള്ളവരുടെ ആദ്യത്തെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടിക്കടിയൊന്നും ഈ സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ പേരിൽ ഈ പെട്രോളിൻ്റെയും മറ്റും ഡീസലിൻ്റെയും വിലയൊന്നും അങ്ങനെ കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. സാമ്പത്തിക പരിഷ്കരണം എന്നുള്ളതിലേക്ക്, അതായത് കോർപ്പറേറ്റുകളെ മാത്രം സഹായിക്കുന്ന പരിഷ്കരണം മാറി കുറച്ച് ജനപ്രിയ പദ്ധതികൾ കൂടി അതിനകത്ത് ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ ഭരിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി നിർബന്ധിതമാകും കൂട്ടുകക്ഷി സർക്കാർ. തീർച്ചയായും. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിർണായകമായ നയപരമായ പല തീരുമാനങ്ങളും എടുക്കുന്നതിൽ വലിയ ഒരു വൈകലൊക്കെ ഉണ്ടാകും. കാരണം ഈ ചർച്ചകൾ ഇങ്ങനെ ഈ ലെജിസ്ലേഷനൊക്കെ വരുമ്പോൾ പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കണമെങ്കിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. ഓരോ പാർട്ടികൾക്കും അവരുടേതായ നിലപാടുകളുണ്ടാകും. ഭരണത്തിൻ്റെ സ്പീഡ് കുറയും. പക്ഷേ അത് ഈ ജനങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കില്ല കൂട്ടുകക്ഷി സർക്കാരുകൾ എന്നതാണ് ഇന്ത്യയുടെ നാളിതുവരെയുള്ള ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. ജനങ്ങളെ അവഗണിക്കാത്ത സർക്കാരുകളാണല്ലോ വേണ്ടത് എന്ന ചോദ്യമുണ്ട്. ജനങ്ങളെ കാര്യമായി പരിഗണിക്കുന്ന സർക്കാരുകൾ വരണം. ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് പലതരം സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ രാജ്യമാണ് നമ്മുടേത്. ആ സംസ്കാരങ്ങൾ വൈവിധ്യത്തെ എല്ലാം പരിഗണിക്കുന്ന, ഉൾക്കൊള്ളുന്ന ഒരു നിലയിലേക്കൊക്കെ കൂട്ടുകക്ഷി സർക്കാരുകൾ നേരത്തെ പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി എന്ന വലിയ പദ്ധതി ഇപ്പോഴും നമ്മുടെ ഗ്രാമീണ മേഖലയുടെ നട്ടല്ലായ തൊഴിലുറപ്പ് പദ്ധതി സാധ്യമായത് ഒന്നാം UPA സർക്കാരിന്റെ കാലത്താണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം വേണം എന്നുള്ള നിർദ്ദേശം വന്നത്. മറ്റൊന്ന് വിപ്ലവകരമായ തീരുമാനം വിവരാവകാശ നിയമമാണ്. പിന്നീട് അതിൽ വെള്ളം ചേർക്കപ്പെട്ടുവെങ്കിലും അക്ഷയ. തീർച്ചയായും UPA സർക്കാരിന്റെ പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. എന്നാലും സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമം BJP തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിനായിട്ടുള്ള നീക്കുപോക്കുകൾ, ചർച്ചകളൊക്കെയും ആരംഭിച്ചിരിക്കുന്നു. അതേസമയം തന്നെ ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത തേടി ഇന്ത്യ സഖ്യവും യോഗം ചേരുകയാണ്. ബി ബാലഗോപാലും അനൂപ് ദാസും വിവരങ്ങൾ നൽകിയത്.